ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPIM പച്ചക്കള്ളമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വരെ CPIMന്റെ സമുന്നതരായ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്നാണ് ഔദ്യോഗികമായി ജമാഅത്തെ ഇസ്ലാമി അതിനോട് പ്രതികരിക്കുന്നത്. ആരെങ്കിലുമല്ല, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കും അതിന്റെ മറുവശം പലതും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായി ഗോവിന്ദ മാഷ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്ത മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ പഹൽഗാവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയ സംഘടനയിൽപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ അമീറിന്റെ പത്രസമ്മേളനം വീഡിയോകൾ അതിന്റെ വെബ്സൈറ്റിലുണ്ട്. പ്രസ് റിലീസ് എല്ലായിടത്തുണ്ട്. മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണെന്നിരിക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇതിനോട് പ്രതികരിക്കാത്ത ഏക മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാഷ്ട്രീയമായി വിയോജിപ്പാകാം. എന്തിനാണ് ഒരു മൈനോറിറ്റിയിൽപ്പെട്ട ഒരു മുസ്ലിം മതസംഘടനയെ, എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് തങ്ങളുടെ രാഷ്ട്രീയമായ താൽപര്യത്തെ മുൻനിർത്തി ഒരു മതസംഘടനയ്ക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്നതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാന്യനായ മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹം എൻ്റെ കൂടി, ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലും പച്ചക്കള്ളം പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിൽ തരിഗാമി മത്സരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി BJPയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അങ്ങൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് തരിഗാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയെ പിന്തുണച്ചു എന്നുള്ളതാണ്. വസ്തുതാപരമായി 4-5 തെറ്റുകൾ അതിലുണ്ട്. ഒന്ന്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കാശ്മീരിൽ ഘടകങ്ങളില്ല. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമി അവിടെ BJPയെ പിന്തുണച്ചിട്ടില്ല, അവിടെ ഉള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല. മൂന്നാമത്, അവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നാലാമത്, അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പിന്തുണച്ചത് അവിടെയുള്ള ഒരു സ്വതന്ത്രനെയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, തരിഗാമിയെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, BJP പിന്തുണച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതേസമയം തന്നെ രാജസ്ഥാനിലെ സിക്കറിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലും തമിഴ്നാട്ടിലെ മധുരയിലും അതേസമയം ജമാഅത്തെ ഇസ്ലാമി CPIMന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.